ദൈവങ്ങൾ പോലും ഒളിക്യാമറയിൽ കുരുങ്ങുന്ന കാലമാണെന്ന് അമൃതാനന്ദമയി അറിഞ്ഞിട്ടില്ല. നിയമവിരുദ്ധമായി നിലം നികത്തുന്നതിനെതിരെ സമരം ചെയ്തവരെ വരുതിയിലാക്കാൻ ക്ഷണിച്ചു വരുത്തി അമൃതാനന്ദമയി ചർച്ച നടത്തിയത്രേ. എന്നാൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവായ സഖാവ് എല്ലാം ഒളിക്യാമറയിൽ പകർത്തി പുറത്തുവിട്ടു. ഡിവൈഎഫ്ഐക്കാരെ തോൽപ്പിക്കുന്ന ഒരു സമരം യൂത്ത് കോൺഗ്രസുകാരും നടത്തി. പ്രധാന നേതാക്കളെല്ലാം കണ്ണടയ്ക്കുമ്പോൾ അമൃതാനന്ദമയിക്കെതിരെ സമരത്തിന് യൂത്തന്മാർ മുഖം കെട്ടിയും അല്ലാതെയും എത്തി. വളരെ സോഫ്റ്റായ ഒരു സമരം. ഇനി കോലം കത്തിക്കലാണ്. സോഫ്റ്റായ ചില മുദ്രാവാക്യങ്ങളും. കോലം കത്തിച്ചപ്പോഴാണ് ഉദ്ഘാടനത്തിന്റെ കാര്യം ഓർത്തത്. ഈ ഉദ്ഘാടന പ്രസംഗം കേൾക്കാൻ ആരും വിട്ടുപോകരുത്. അമ്മ ഭക്തരെ പോലും കോരിത്തെരിപ്പിക്കുന്ന വാക്കുകൾ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ സോഫ്റ്റായ ഒരു ഉദ്ഘാടന പ്രസംഗം. KPCC ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ വെള്ളല്ലൂർ ശരത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള KPCC ന്യൂനപക്ഷ വകുപ്പിന്റെ യുവജന വിഭാഗത്തിന്റെ പ്രവർത്തകരെ, ഇരവിയൂർ നിയമമണ്ഡലത്തിലെ പ്രവർത്തകരെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത കൊല്ലത്തെ യൂത്ത് കോൺഗ്രസിന്റെ എളിയ പ്രവർത്തകർ, നമ്മളിന്ന് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ പ്രോഗ്രാം ചെയ്ത് നടത്തിയത് നമുക്കറിയാം. കഴിഞ്ഞ 2 ആഴ്ച കാലയളവായി സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലുമൊക്കെ ശ്രീ മാതാ അമൃതാനന്ദമയിയെക്കുറിച്ച് ഒട്ടനവധി വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 51 വെട്ടുകൾ വെട്ടി പിന്നെ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയപ്പോൾ 70 മുറിവുകളുള്ള ബീഹാർ സ്വദേശിയായ ഒരു ഭക്തനെ അമൃതപുരിയിൽ വെച്ച് കൊലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം മർദ്ദനമേറ്റ് മെഡിക്കൽ കോളേജിലായി അദ്ദേഹം മരിക്കുകയുണ്ടായി. എന്നാൽ ആ കഥകളൊന്നും നമ്മൾ ആരും അറിഞ്ഞില്ല. അമ്മയെ സ്നേഹിക്കുന്ന ഒട്ടനവധി ഭക്തർ ഈ ലോകം മുഴുവനുണ്ട്. തീർച്ചയായും അവിടെ നടക്കുന്ന ഈ പീഡനത്തിൻ്റെയും അതുപോലെ തന്നെ ഈ മർദ്ദനങ്ങളുടെയൊക്കെ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾക്ക്, അമ്മയുടെ ഭക്തർക്കായാലും അതിൻ്റെ ആകാംക്ഷയുണ്ട്. തീർച്ചയായും അമ്മയ്ക്കെതിരെ വലിയ ആരോപണങ്ങളുണ്ട്. അത് അന്വേഷിച്ച് കൊണ്ടുവരണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ അമ്മയെ ധിക്കരിച്ചുകൊണ്ടോ ഒന്നും ഞങ്ങളൊരു വാക്കുകൾ ഇവിടെ പറയുന്നില്ല. തീർച്ചയായും ആശ്രമത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ നമുക്കറിയാം. ഏറെക്കാലമായി അമ്മയുടെ ശിഷ്യയായി ഉള്ള ഒരു വിദേശ വനിത, ഒരു ഗെയിൽ എന്ന് പറയുന്ന ഒരു വിദേശ വനിത ആത്മകഥ എഴുതി US അത് പെട്ടെന്ന് തന്നെ അത് വെബ്സൈറ്റിൽ നിന്ന് മാറ്റി. കാരണം വധഭീഷണി കൊണ്ടാണ്. ആ ആത്മകഥ വെബ്സൈറ്റിൽ തന്നെ നീക്കം ചെയ്ത് അവർ ഇപ്പോഴും ഇതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അവിടെ നടന്ന അവർ പലതവണ ലൈംഗികമായി അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ആ വിവരങ്ങൾ ജനത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് അതിലെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തീർച്ചയായും അത് കൊണ്ടുവന്ന്, അമ്മയ്ക്ക് അതിൽ ഒരുപക്ഷെ പങ്കില്ലെങ്കിൽ അത് മൊത്തം കൊണ്ടുവന്ന് ചെയ്തവരെ അമ്മയുടെ കൂടെ നിൽക്കുന്ന ആരായാലും അത് ചെയ്തവരെ കേരളത്തിലെ പാവപ്പെട്ട ജനത്തിൻ്റെ, കേരളത്തിലെ ഭക്തരുടെ മുന്നിൽ
തീർച്ചയായും അത് കൊണ്ടുവരണമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ KPCC ന്യൂനപക്ഷ വകുപ്പിൻ്റെയും ആവശ്യം. തീർച്ചയായും ഈ കൊല്ലം ജില്ലയിലെ ആൾദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കേരളത്തിൽ പല അമൃതാനന്ദമായി ഞങ്ങൾ പറയുന്നില്ലെങ്കിൽ പോലും പല ഭക്തർ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൾദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെ, അത് ഏത് മതത്തിലായാലും, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ല, മുഴുവൻ ആൾക്കാരെയും കേരളത്തിൻ്റെ ജനങ്ങൾ വിശകലനം ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ കൊല്ലം കമ്മീഷണർ ഓഫീസിൽ പോയി തീർച്ചയായിട്ടും അമൃതാനന്ദമയി മഠത്തിനെതിരെ ഞങ്ങൾ കേസ് ഇന്ന് ഫയൽ ചെയ്യുകയാണ്. അതോടുകൂടി നമ്മളുടെ ഈ കേസുമായി നീങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. VT ബൽറാമിന്റെ പോയിട്ട് ഈ യൂത്തന്മാരുടെ നിലപാട് പോലും ഉമ്മൻചാണ്ടിക്കും സുധീരനും ഇല്ലാതെ പോയല്ലോ എന്ന് പിണറായി വിജയൻ കളിയാക്കുന്നുണ്ടാകും. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയുടെ വീരഗാഥകൾ. നമ്മളെ മുഖ്യമന്ത്രിയാണ് എവിടെ പോയാലും തുടങ്ങുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കും തോന്നി മൂപ്പരമാരി അതിട്ടാൽ മതിയെന്ന്. പാൻറ് ഇട്ട് എന്നാരും നോക്കില്ല.